അയ്യോ അടയ്ക്കല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. നിനക്ക് ബോളുണ്ടാടി? വണ്ടി കയറിയാണോ ഡോർ അടയ്ക്കുന്നത്? നീ ആദ്യം പുറത്തോട്ട് വന്നേ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറി ഡോർ അടക്കണം. നിനക്ക് എന്തിനാ വട്ടാണോ? എടാ ഇത്ര നേരം വെയിലത്ത് കിടന്ന വണ്ടിയാണെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്ന? എന്നിട്ട് കയറി അങ്ങ് ഡോർ അടച്ചേക്കുവാണ്. എടാ വെയിലത്ത് കിടന്നോണ്ടല്ലേ ഞാൻ കയറി AC ഓൺ ആക്കിയത്. തണുത്തപ്പോ ഞാൻ അകത്ത് കയറി. അതിനെന്താ പ്രശ്നം? എടി ആക്ച്വലി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് ഒതുക്കാനായിട്ട് ഒന്ന് AC ഓൺ ആക്കി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി ആകെ സേഫ് ആയെന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്ത് നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും. ആക്ച്വലി ആ ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മണമാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണമായിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ചൂടായിട്ട് നിൽക്കുവാണെങ്കിലും AC ഓണാക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും. ടെമ്പററി ആയിട്ട് നമുക്ക് കണ്ണിന് ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയ്ക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ കംപ്ലൈൻറ്റ് വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ എല്ലാ ഗ്ലാസും താഴ്ത്തിട്ടിട്ട് ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചൂടായാലും തണുത്തായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫുള്ള് ഫ്രഷ് എയർ കയറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യാവുള്ളൂ.